whispering past, just for you. വിശ്വേട്ടാ കിടക്കുന്നില്ലേ? നാളെ പോണ്ടേ? ആ കിടക്കണം. നീ എല്ലാം എടുത്തു വെച്ചോ? ആ വിശ്വേട്ടാ ഞാൻ എല്ലാം എടുത്തു വെച്ചു. പിള്ളേരൊക്കെ എവിടെ? അവരൊക്കെ നേരത്തെ കിടന്നുറങ്ങി. നാളെ നാട്ടിൽ പോകുന്നതിന്റെ സന്തോഷം രണ്ടുപേർക്കും. തനിക്കോ? തനിക്കില്ലേ സന്തോഷം? പിന്നില്ലാണ്ട്. എത്ര വർഷമായി നമ്മള് നാട്ടിലോട്ടൊന്ന് പോയിട്ട്. മോനെ, അവരൊക്കെ എപ്പോഴാടാ വരുന്നേ? ആ അമ്മേ, ശ്രീദേവി ഇന്ന് വൈകുന്നേരം വരും. മാലതി നാളെ രാവിലത്തെ ഫ്ലൈറ്റിനെ എത്തുള്ളൂ. ആ, എത്ര നാളായി എന്റെ കുട്ടികളൊക്കെ ഒന്ന് കണ്ടിട്ട്. കണ്ണനൊപ്പം എവിടെ? ആ അമ്മേ, ഇത്ര വർഷമായി അവളിങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. ആ കണ്ണനൊപ്പോ അപ്പുറത്തെവിടെയോ ഉണ്ട്. അമ്മേ, അമ്മേ, ഈ അമ്മ ഇതെവിടെ? അമ്മേ, സുന്ദരിയോ ദൈവരംഭയമോഹിനിയോ മനം മുന്തിയതോ വിഴി മുന്തിയതോ കരം മുന്തിയതോ எனவே உயர் சந்திர சூடர் குறும்பலைசர் சங்கனி வீதியிலே மனம் முந்தியதோ விழி முந்தியதோ கரம் முந்தியதோ. എന്റെ പൊന്നപ്പോ, നീ വല്ല നേർച്ച തോന്നിട്ടുണ്ടോ? രാവിലെ എണീച്ച് എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാന്ന്. എന്തിനാണ് ഈ കിടന്ന് വിളിക്കുന്നേ? അത് തന്നെ എന്റെ അമ്മയോട് സ്നേഹം കൊണ്ട് വിളിക്കുന്നല്ലേ. രാവിലെ എന്താ കാപ്പിക്ക്? അല്ല, കണ്ണനെവിടെ? കണ്ണൻ ഇത്രയും നേരം ഉണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലെറ്റർ കണ്ടോ വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പോയതാ. നീ ഇരിക്കെ, പുട്ടാ കഴിക്കാൻ. ലെറ്ററോ? നീ എന്താ വരുന്നമ്മേ? ഇപ്പൊ വരാം. പണ്ടാറടങ്ങാൻ അവൾ ഇന്ന് എന്താ എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എടി ആറടി നീ ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പേ പാടി. എന്താണ് മോനെ, പ്രേമലേഖനം വായിക്കാണോ?
ഇത് ചെറുക്കോ, എനിക്ക് ഭ്രാന്ത് വന്നിരിക്കുവോ. അതിന്റെ ഇടയ്ക്ക് നീ തമാശ ഉണ്ടാക്കല്ലേ, നിന്റെ പല്ലടിച്ച് ഞാൻ കഴിക്കും. നീ എന്തിനാടാ എന്നോട് ചൂടാവുന്നത്? നീ ഒരു പോലീസുകാരനല്ലേ, നിനക്ക് അവളെ പുഷ്പം പോലെ കണ്ടുപിടിക്കാം. നീ എന്താ കണ്ടുപിടിക്കാത്ത? നീ നോക്കിക്കോടാ പോ, 15 ദിവസം, വെറും 15 ദിവസത്തിൽ ഇവൾ ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ആ എന്നാ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അവളെ അജ്ഞാത ലെറ്റർ പിന്നെ എഴുതിക്കൊണ്ടിരിക്കും. നീ ഇതുപോലെ ഭ്രാന്ത് പിടിച്ച് ഇവിടെ നടക്കുകയും ചെയ്യും. എന്തായാലും വാ, അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. എടാ കണ്ണ, ഇന്നു മുതൽ നിന്റെ റൂമിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണേടാ. നാളെ തൊട്ട് എല്ലാ മുറിയിലും ആൾക്കാർ കാണും. അറിയാലോ, അപ്പച്ചന്മാരൊക്കെ ഇന്ന് വരും. അതങ്ങനെ ശരിയാവും? നടക്കൂല മോനെ. നിനക്ക് നിന്റെ മുറി, എനിക്ക് എന്റെ മുറി. എന്റെ കൂടെ ആരും കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എങ്കിൽ പിന്നെ പണ്ട് മുതലേ നിനക്ക് എന്റെ കൂടെ കിടക്കായിരുന്നല്ലോ. നടക്കൂല, നീ വേറെ വഴി നോക്കിക്കോ. ഓ ഇങ്ങനെ ഒരു നാറി. ആ ഞാൻ എന്തെങ്കിലും ചെയ്യാം. ആ ഇന്ന് പിള്ളേരൊക്കെ വരും. കണ്ണാ, 8 വർഷമായി അവർക്ക് ഇങ്ങോട്ട് വന്നിട്ട്. ആ പിള്ളേരൊക്കെ വലുതായി കാണും. മോനെ പോ. അല്ലെങ്കിലും മാലതിയപ്പച്ചിയുടെ ഇളയ മോളെ നിനക്കൊരു നോട്ടം ഉണ്ടെന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷെ ആ തലവരച്ച പെണ്ണിനൊന്നും നോക്ക പോലുമില്ല. ആ ഇപ്രാവശ്യമെങ്കിലും നോക്കാം. അമ്മേ, ഏട്ടാ. ആഹാ ദേവി, വാ കേറി വാ. എന്ത് ആലോചന പിള്ളേരൊക്കെ? അവര് പിറകുണ്ട് ഏട്ടാ, കാറിന്ന് സാധനങ്ങൾ എടുക്കുക. അമ്മ എവിടെ? ആഹാ മോളെ ദേവി, വന്നോ നീ? വാ വാ, കേറി വാ. എന്ത് എന്റെ കുട്ടികള്? എല്ലാരും പുറകെ ഉണ്ടമ്മേ. മാലതി എവിടെ? എത്തിയില്ലേ? അവളെ നിന്നെ വിളിച്ചില്ലേ? അവള് നാളെ രാവിലെ എത്തുള്ളൂ. വിശ്വനാഥന്റെ സഹോദരിയുടെ ഒരു മോനും കൂടി ഉണ്ട് അവളുടെ കൂടെ. മുത്തശ്ശി. ആ അമ്മമ്മയുടെ പിള്ളേര് വന്നോ? വാ. അമ്മേറ്റിനും ഒപ്പേറ്റിനും എവിടെ അമ്മായി? അമ്മ അപ്പുറത്തുണ്ട്. നിങ്ങൾ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങോട്ട് ചെല്ലേ. ആഹാ എടാ, നീ അങ്ങ് വലുതായി പോയല്ലോ. എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളോ? ആ കണ്ണേട്ടാ, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. പിള്ളേരെ മതി സംസാരിച്ചത്. താഴേക്ക് വാ, ഫുഡ് കഴിക്കാൻ. ഇനി 2 മാസം ഉണ്ട് സംസാരിക്കാൻ. വാ വാ, പെട്ടെന്ന് ഇറങ്ങി വാ. ഷടാ, ഇന്ന് ലെറ്റർ വന്നോ? ഈ കണ്ണേറ്റിന് ആരെയും ലെറ്റർ അയക്കുന്ന ഇങ്ങനെ? എനിക്ക് അറിയില്ലെന്റെ ഉണ്ണി. പക്ഷെ ആരാണെങ്കിലും 15 ദിവസത്തിനകം ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിക്കുന്നതൊക്കെ കൊള്ളാം. അച്ഛന്റെ അമ്മയുടെ കയ്യിൽ ഈ ലെറ്റർ കിട്ടിയാലേ പൊന്നുമോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതോടെ നീ പേടിക്കണ്ട. എനിക്കുള്ള ലെറ്റർ വീട്ടിൽ കൊണ്ടുവരണമെന്ന് പോസ്റ്റ്മാനോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്റെ കണ്ണേട്ടാ, ഇതൊരു ചെറിയ കാര്യല്ലേ, ഈ അമ്മ കണ്ടുപിടിച്ചു തരാം. ഇവിടെ പോലീസായ കണ്ണേട്ടം നോക്കിയിട്ട് പറ്റുന്നില്ല, പിന്നെയാണ് തീക്കിരിയായ നീ. എന്നാ നിങ്ങൾ കണ്ടോ, ഈ അവധിക്കാലം തീരുന്നതിന് മുന്നേ ഇതാരാന്ന് ഈ അമ്മ കണ്ടുപിടിച്ചിരിക്കും. പറ്റുമെങ്കിൽ കണ്ണേട്ടനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കുകയും ചെയ്യും. അമ്മേ, ഏട്ടാ. ആ വന്നോ എന്റെ മോള്? വാ മോളെ, സുഖമായിട്ടിരിക്കുന്നോ നീ? ആ അമ്മേ, സുഖമായിട്ടിരിക്കുന്നു. അമ്മയുടെ മുട്ടുവേദനയൊക്കെ എങ്ങനെയുണ്ട്? മുട്ടുവേദനയോ? ഒരിടത്ത് അടങ്ങി ഇരുന്നാലല്ലേ ആ മുട്ടുവേദന കുറയുള്ളൂ എന്റെ മാലതി. നീ പോടാ, മോള് വാ. എടാ വിശ്വ, അളിയ സുഖല്ലേ? പിള്ളേരൊക്കെ എവിടെ? ആണോ വിശ്വ, സുഖമായിട്ട് പോകുന്നു. പിള്ളേരെല്ലാം ഇതേ ഉണ്ട്, ഇതേ എല്ലാം കൂടി ഇറങ്ങി വരുന്നുണ്ട്. നീനും താറും അല്ലേ അത്? ഇവരങ്ങ് വളർന്ന് മിടുക്കികളായല്ലോ. വാ കുട്ടികളെ, വാ കേറി വാ.
എടി നീനു, ഉണ്ണിയേട്ടാ, അമ്മുക്കുട്ടി. എത്ര കൊല്ലായി നിന്നെ കണ്ടിട്ട്. നീ വലുതായല്ലോ. ഇവളെന്താ മാറി നിൽക്കുന്നത്? എന്താടി പാറു നീ മാറി നിൽക്കുന്നേ? ഞാൻ മാറിയെന്നല്ലോ നിൽക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ നിൽക്കില്ലേ? നീ എന്നെ കണ്ടൂടെ? കാണാതിരിക്കാൻ നീ ആരും എത്രയോ. ഞാൻ തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. തുടങ്ങി വരാണ്ട് ഒന്നിങ്ങോട്ട് കേറിയില്ല. മിണ്ടാതിരിക്കണം. ഇതാരാ മീനാക്ഷി? അയ്യോ, വന്ന ധൃതിയിൽ പരിചയപ്പെടുത്താൻ മറന്നു. നിനക്ക് ഓർമ്മയില്ലേ? അനന്തൻ, അച്ഛന്റെ പെങ്ങടെ മോൻ. അവൻ ഞങ്ങളുടെ കൂടെ കോളേജിലുണ്ടായിരുന്നു. വീട്ടിലായിരുന്നു നിന്നോണ്ടിരുന്നത്. അവന് ഞങ്ങളുടെ കൂടെ ഇനി പോന്നു. ഹലോ. അപ്പൊ എങ്ങനെയാ പ്ലാൻ? എന്ത് പ്ലാൻ? കണ്ണേട്ടന്റെ മറ്റേ പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേ? പെണ്ണോ? അതെന്താ സംഭവം? എന്റെ ദൈവമേ, ആരുടെ അവള് കണ്ണേട്ടന് ലെറ്റർ അയക്കുന്നത്? അതാരായാലും എനിക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം അപ്പുറത്തൊരു പെങ്കുച്ചിനെ കണ്ടില്ലേ? അവൾ എങ്ങനാ? ഇനി അവളെങ്ങാനും ആയിരിക്കൂ. ബെസ്റ്റ്. ആര്? കല്യാണിയാ? പോടാ, അവളെ നമുക്ക് പണ്ടേ അറിയാം. അവളൊന്നും അല്ല. വെയിറ്റ്. അങ്ങനെ എല്ലാരെയും തള്ളിക്കളയാൻ വരട്ടെ. നിങ്ങൾ കണ്ടുപിടിക്കില്ല എന്ന് തന്നെയാണ് അവളുടെ കോൺഫിഡൻസ് എങ്കിലും അവളെ തന്നെ നമുക്ക് ആദ്യം പിടിക്കാം. അയ്യോ, അങ്ങനെയല്ല കണ്ടിട്ടാ, അവളുടെ തുടങ്ങാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഇപ്പൊ പ്രവൃത്തിമുക്കി കൊന്നേനെ. അങ്ങനെ ആണെങ്കിൽ അവളുടെ കൈയക്ഷരം അതാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അത് ഞാൻ ഏറ്റ്. ഫോണൊക്കെ കൊള്ളാം. മോന്തയുടെ ഷേപ്പ് മാറാതെ തന്നെ തിരിച്ചു വരണം. ചേച്ചിയും പാർട്ടീഷനൊക്കെ കണ്ടിട്ട് എത്ര നാളായി. എങ്ങനെയുണ്ട് കാനഡയൊക്കെ? നമ്മുടെ നാട് പോലെ ഒന്നും ഭംഗിയില്ലമ്മോ. ആര് പറഞ്ഞു? ഇവിടെ എന്തൊരു ചൂടാ, AC ഇല്ല. നീ ആ ഫാൻ ഇട്ടിരിക്കു പാറു, ഇല്ലെങ്കിൽ ആ ജനാല അങ്ങോട്ട് തുറന്നിട. അപ്പൊ നല്ല കാറ്റുണ്ടാവും. തോന്നില്ലേ, ഒരു വലിയ രഹസ്യമുണ്ട്. രഹസ്യം? എന്താടെ പെണ്ണെ, പറ കേക്കട്ടെ. നമ്മുടെ കണ്ണേറ്റിന് എവിടുന്ന് ആരോ ലെറ്റർ വെക്കുക, ഏതോ ഒരു പെണ്ണ്. ലെറ്ററോ? ആരാ? അതൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങളും കണ്ണേട്ടനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അവളെ കണ്ടുപിടിക്കാൻ. ഓഹോ, നിനക്കൊന്നും വേറെ പണിയില്ലേ? നീ കിടന്നുറങ്ങാൻ നോക്ക്. ഞാനുള്ള കാര്യം എന്താ? മഴ തന്നെ ഇറങ്ങിയല്ലോ എളുപ്പം കാലത്ത്. അത് അവിടെ മഴയൊന്നുമില്ലല്ലോ. അപ്പൊ ചുമ്മാ കണ്ടപ്പം കണ്ണീരിനെന്ത് പോണോ? ഞാനൊരാഴ്ച ലോങ് ലീവ് എടുത്തേക്കോ. നിങ്ങളൊക്കെ വന്നല്ലേ. ഇന്നെനിക്ക് ഉച്ചവരെ ഉള്ളൂ, അതുകൊണ്ട് രാവിലെ ഇറങ്ങുന്നത്. എന്താ കണ്ണേട്ടാ? ഒന്നുമില്ല. പോയി കുളിക്കാൻ നോക്ക്, പനി പിടിപ്പിക്കണ്ട.
എന്റെ ദൈവമേ. താനെന്താണോ രാവിലെ എന്റെ മുറിക്കകത്ത്? ഹലോ, ഇത് നിന്റെ മുറിയല്ല, എന്റെ മുറി. കുറച്ചു നാളുടെ കഴിഞ്ഞ് നമ്മുടെ മുറി എന്ന് പറഞ്ഞോ. ആണോ? അയ്യടാ, അതിനുള്ള വെള്ളം വാങ്ങി വെച്ചേരെ. അതെ, ഇപ്പൊ നീ മര്യാദയ്ക്ക് എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയേ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അമ്മയെ വിളിക്കും. വേണ്ട, നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് നീ അമ്മയെ വിളിക്കുന്നത്? ഞാൻ പോവാ. ഓ, രാവിലെ തന്നെ പണ്ടാരം മഴയാണല്ലോ. ഉണ്ണീട്ടനല്ലേ? എന്നെ എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. അമ്മൂന്റെ ഏട്ടനല്ലേ? ഞാൻ അമ്മൂന്റെ ഫ്രണ്ടാ. അമ്മൂന്റെ ഫ്രണ്ടോ? എന്നിട്ട് എനിക്കറിയില്ലല്ലോ. പക്ഷെ എനിക്കറിയാം. ഞാൻ എല്ലാ ഭാഷയോടെ വരുമ്പോ കാണാറുണ്ട്. ഉണ്ണിയേട്ടൻ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും. അല്ല, ഇയാളുടെ പേരെന്താ? എന്റെ പേര് കല്യാണി. ഞാൻ എന്റെ അപ്പുറത്ത് അവിടെ താമസിക്കുന്നേ. എന്താ? അതൊന്നുമില്ല. എന്നാ ശരി, കാണാം, പോട്ടെ. അമ്മേ, അമ്മേ, ചേട്ടാ, ഈ വീട്ടിലെല്ലാരും ഇങ്ങോട്ട് പോയി. അമ്മേ.